എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ് മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയിലെ ഈ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയ്ക്കായുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാമെന്നതാണ്. കവിത വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്നതാണ് ചോദ്യം. ഇവിടെ മലയാളം എന്ന ഒരു കവിതയാണ് നൽകിയിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ കവിത ഇവിടെ വായിക്കുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീൻ പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാറു നടുന്നൊരു നാടിൻ്റെ ഭാഷ, ചേറു പുരണ്ടൊരു നാടിൻ്റെ ഭാഷ. ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇവിടെ 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം കൃഷിപ്പാട്ട്. അടുത്ത ചോദ്യം, കൃഷ്ണഗാഥയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന വരി ഏത്? ഉത്തരം ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ. മൂന്നാമത്തെ ചോദ്യം, കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ. അമ്മ മലയാളം കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ വരികളാണിവ. ഈ വരികളുമായി സാമ്യമുള്ള വരി ഏത്? ഉത്തരം ഓമനത്തിങ്കളുറങ്ങുന്ന ഭാഷ. മലയാള ഭാഷയെ കൈപിടിച്ചുയർത്തിയ കവികളും അവരുടെ കവിതയെക്കുറിച്ചുള്ള സൂചനകളും താഴെ കൊടുക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നതാണ് ചോദ്യം. ആദ്യമായി തന്നെ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ടത് കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ. അടുത്തതായി കുഞ്ചൻ നമ്പ്യാർ. ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ. അടുത്തതായി രാമപുരത്ത് വാര്യർ. വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ. ഈ കവിതയ്ക്ക് ഉചിതമെന്ന് തോന്നുന്ന മറ്റൊരു തലക്കെട്ട് നൽകുക എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തലക്കെട്ട് എഴുതാവുന്നതാണ്. തലക്കെട്ട് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പ്രവർത്തനം 2 പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു കാർട്ടൂൺ പോലെ നൽകിയിട്ടുണ്ട്. കാർട്ടൂൺ വായിക്കാം. മോനെ, ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണ്? അപ്പോൾ മകൻ പറയുന്നു, സ്ട്രൈറ്റ് പോയി സെക്കൻഡ് ലെഫ്റ്റ് എടുത്താൽ കാണുന്ന മിൽമ ബൂത്തിൻ്റെ ഓപ്പോസിറ്റാണ് ജില്ലാ ആശുപത്രി എന്ന്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും 2 വഴിയാത്രക്കാർ തമ്മിലുള്ള സംഭാഷണവും വായിച്ചല്ലോ. മലയാള പദങ്ങൾ ഉപയോഗിക്കാനാവുന്ന സന്ദർഭങ്ങളിൽ പോലും ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നില്ലേ? മലയാളിക്ക് മലയാളത്തോടുള്ള മമത കുറയുന്നുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ മലയാള ഭാഷ നാം ഉപയോഗിക്കുന്നത് കുറഞ്ഞു വരികയാണ്. പകരം ഇംഗ്ലീഷ് പദങ്ങളാണ് പലതും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുമായി നിങ്ങളുടെ പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ് എഴുതേണ്ടത്. അപ്പോൾ മലയാള ഭാഷയോടുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ സമീപനം, കൂടാതെ മലയാള ഭാഷയുടെ ഉപയോഗം വ്യാപിക്കുന്നതിൻ്റെ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൂടാതെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്നിവ ചേർത്താണ് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ബി ക്വസ്റ്റ്യൻ, കാവ്യനർത്തകി എന്ന കവിതയിൽ നർത്തകിയായ കവിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണ്? ഉത്തരം മലയാള കവിത. പ്രവർത്തനം 3 നോട്ടീസാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പുതുവത്സരാഘോഷം നടത്തുന്നു. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കുരീപ്പുഴ ശ്രീകുമാർ. മലയാളത്തിൽ പുതുവത്സരാശംസ വചനങ്ങൾ തയ്യാറാക്കൽ, കാവ്യാലാപനം, നിർത്താതെ മലയാളം 1 മിനിറ്റ് പ്രസംഗം, കാവ്യകേളി ഇവയാണ് പ്രധാന പരിപാടികൾ. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഈ പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് ചോദ്യം. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കോളത്തിനുള്ളിൽ വേണം വരച്ചെഴുതാൻ. കൂടാതെ ഇത് നടക്കുന്ന സ്ഥലം, അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, കൂടാതെ സമയം,
തീയതി എന്നിവ കൂടി ഉൾപ്പെടുത്തി നല്ലൊരു ചിത്രം കൂടി വരച്ച് ആകർഷകമാക്കി, കൂടാതെ ഇവിടെ തന്നിരിക്കുന്ന ഉദ്ഘാടനം, തുടർന്നുള്ള പരിപാടികൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്. പ്രവർത്തനം 4 ജീവചരിത്രക്കുറിപ്പാണ്. ക്വസ്റ്റ്യൻ. ഇവിടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പല വിവരങ്ങളും നൽകിയിട്ടുണ്ട്. രാജാ രവിവർമ്മയുടെ ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യമായി തന്നെ രാജാ രവിവർമ്മ എന്ന് തന്നെ ഹെഡിങ് നൽകാവുന്നതാണ്. ശേഷം അദ്ദേഹത്തിൻ്റെ ജനനം, ജന്മസ്ഥലം, മാതാപിതാക്കൾ, ഗുരു, പ്രധാന ചിത്രങ്ങൾ, അംഗീകാരങ്ങൾ, പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് എഴുതി ഏറ്റവും അവസാനം മരണം എന്നിങ്ങനെയുള്ള ഓർഡറിലാണ് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ. സൺഡേ ഇൻഡിപെൻഡൻറ്റിലെ മത്സരത്തിനായി ക്രിസ്റ്റി ബ്രൗൺ പെയിന്റ് ചെയ്ത ചിത്രം ഏത്? ഉത്തരം സിൻഡ്രല്ല രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ചിത്രം. പ്രവർത്തനം 5 ഇമെയിൽ സന്ദേശമാണ്. നോക്ക് എടാ നീ നേടി നോക്ക്. പെയിൻറ്റിംഗ് മത്സരത്തിൽ സമ്മാനം നേടിയ ബ്രൗണിനോട് അച്ഛൻ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കുകളാണിത്. സിൻഡ്രല്ലയുടെയും രാജകുമാരൻ്റെയും ചിത്രത്തിന് സമ്മാനം നേടിയ ക്രിസ്റ്റി ബ്രൗണിനെ അഭിനന്ദിച്ചുകൊണ്ട് വ്യത്യസ്തമായ 2 ഇമെയിൽ സന്ദേശങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇമെയിൽ സന്ദേശം തയ്യാറാക്കുമ്പോൾ തയ്യാറാക്കി അയക്കുന്ന ആളിൻ്റെയും സന്ദേശം സ്വീകരിക്കുന്ന ആളിൻ്റെയും ഇമെയിൽ ID അത്യാവശ്യമാണ്. കൂടാതെ നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ എഴുതേണ്ടത്. ഉചിതമായ ഭാഷ കൂടി ഉപയോഗിച്ച് വേണം ഇമെയിൽ തയ്യാറാക്കാൻ. പ്രവർത്തനം 6 ലേഖനമാണ്. ഇവിടെ സി ഗംഗാധരൻ നായരുടെ ഞാൻ എന്നുള്ള ഒരു കവിത നൽകിയിട്ടുണ്ട്. ശേഷം എസ് ജോസഫ് എഴുതിയ ചിത്രശലഭങ്ങൾ എന്ന കവിതയും നൽകിയിട്ടുണ്ട്. പുഴുവായിരുന്ന പൂമ്പാറ്റ വളർന്ന് അഴകാർന്ന ചിത്രശലഭമായി മാറുന്നു. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നേർരൂപമാണ് കുട്ടികൾ. വളരുംതോറും മനുഷ്യന് മാനവികതയുടെ ചിറകുകൾ നഷ്ടമാവുന്നുണ്ടോ? മുകളിലെ 2 വരികളും പ്രസ്താവനകളും പരിഗണിച്ച് ലഘുലേഖനം തയ്യാറാക്കുകയാണ് വേണ്ടത്. ലഘുലേഖനം തയ്യാറാക്കുമ്പോൾ തലക്കെട്ട് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഈ 2 വരികളിലും പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ആശയവും കൂടി ചേർത്താണ് ലഘുലേഖനം തയ്യാറാക്കേണ്ടത്. ബി ക്വസ്റ്റ്യൻ. ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞതെപ്പോൾ? ഉത്തരം പുഴുക്കളായി കഴിഞ്ഞ കാലത്ത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.